വിൻസി ഞാനും ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, മാരി വില്ലൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ആക്ച്വലി വിൻസി ഇനിഷ്യലി നമ്മൾ ആദ്യത്തെ ഒരു 3-4 ദിവസം വിൻസി ഞാനും മാത്രമായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വിൻസി ആണെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നില്ല. ആൻഡ് ദെൻ ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഷീസ് ലൈക്ക്, നിങ്ങൾ കുഴപ്പമില്ലല്ലേ ഇതെന്ത്. സോ ദെൻ വിൻസി വാസ് ലൈക്ക് അല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാം, ടീച്ചറെ എന്ന ആ വിളിയൊക്കെ വരും വിൻസിക്ക്. അപ്പോൾ ഞാനൊന്നും മിണ്ടാതിരിക്കും വിൻസി എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ വിൻസി ഷൂട്ടിൻ്റെ സമയത്ത് വിൻസി പറയായിരുന്നു, നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ. പക്ഷെ വിൻസി ക്ലാസ്സിൽ കയറിയിട്ടില്ല. അപ്പോൾ വിൻസി എന്താ പറയണമെന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. ഓഹോ വിൻസി, അപ്പോൾ അടുത്ത ഇന്റർവ്യൂവിൽ നമ്മൾ ഇതിനെ പറ്റി തീർച്ചയായിട്ടും സംസാരിക്കേണ്ടിയിരിക്കുന്നു. ക്ലാസ്സിൽ കയറാറില്ലായിരുന്നു? വിൻസി ഒരു ക്ലാസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു കൊല്ലം ആ കോളേജിൽ പഠിപ്പിച്ചു. വിൻസിക്ക് ഞാൻ ഒരു ക്ലാസ് മാത്രമേ എടുത്തു. ഏതായിരുന്നു സബ്ജക്റ്റ്? അപ്പോൾ ആർക്കിടെക്ചർ ആയിരുന്നു. സോ ദെൻ മിക്സ്ഡ് ആയിട്ടുള്ള കുറേ സബ്ജക്ട്സ്, ലാൻഡ്സ്കേപ്പ്, ഡിസൈൻ, അങ്ങനെ ഫ്യൂ സബ്ജക്ട്സ്. ടീച്ചറായിട്ട് ആക്ച്വലി എങ്ങനെയുണ്ട് ശ്രുതി? நான் வந்து டீச்சரை பார்த்ததில்லை ஆக்சுவலி. அவளோட கிளாஸஸ் போயிட்டு இருந்தேன். ஸோ எனக்கு அவ்வளோ கிளியராக தெரியாது அவள் டீச்சிங் எப்படி இருக்கும். ஆனால் வந்து ஜென்ரலி ஒரு டெரர் எனக்கு தெரியும். ഞാനിങ്ങനെ ജനറലി ഷീ സ്വീറ്റ് എന്ന് പറയാൻ വേണ്ടി ഓക്കെ സ്വീറ്റ് ടെറർ. നൈസ്. ഇപ്പം എനിക്ക് മനസ്സിലായ ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും ഓക്കെ എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയാൻ പോവായിരിക്കും പറഞ്ഞ രീതി. Francis used to also teach. പക്ഷേ ഫ്രാൻസിസ് used to teach in Xavier's Bombay. അവരുടെ Writing. I used to teach copywriting. Okay. But I was a guest faculty, so every year I would go for 3 months and just on Saturdays I would go and take the class. സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഫ്രാൻസിസിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. Before marriage? I used to work in Bombay. അപ്പോൾ അവിടെ ആർക്കിടെക്റ്റായിട്ട് ഐ യൂസ് ടു വർക്ക്. അപ്പോൾ ഫ്രാൻസിസ് ക്ലാസ് എടുക്കണോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമാണ്, അഡ്വർടൈസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഐ ഹവ് ഗോൺ ആൻഡ് സാറ്റ് ഇൻ 2 of his classes I think. ആൻഡ് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമല്ല, പക്ഷേ എന്നാലും ഞാൻ പറയാം. ബട്ട് ഹിസ് ക്ലാസ്സസ് വർ അമേസിങ്. എനിക്ക് ഇപ്പോഴും I remember the things that he used to say in class. And എനിക്കാണെങ്കിൽ മെമ്മറി എന്ന് പറഞ്ഞ കാര്യം കുറച്ച് കുറവാണ്. അപ്പോൾ കഴിഞ്ഞ മാസം നടന്ന കാര്യങ്ങൾ കുറച്ച്, പക്ഷേ ഐ റിമെമ്പർ വാട്ട് ഹി ടുക്ക് ഇൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹി ടുക്ക് ഇറ്റ് ഇൻ ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ആ ഫാഷൻ. സോ Come on, your students are giving some positive reviews and feedbacks for your classes. Okay, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത്രയും ഇയേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ആൻഡ് ഔട്ട് യു ഗൈസ് നോ ഈച്ച് അതർ. അങ്ങനെ ആവാം, ചാൻസസ് ആർ ദെയർ. ഓക്കെ, അപ്പം ചിലപ്പോൾ ചില കള്ളങ്ങളൊക്കെ പറയുകയാണെങ്കിലും പെട്ടെന്ന് പിടികിട്ടുമല്ലോ, പിടികിട്ടാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞാലും? It's very hard to find out when Shruti is lying because she does it with a fully straight face. So I was just telling some friends yesterday also that very early on in our relationship, maybe at some 17-18, okay, Shruti tells me that she's telling me some funny story about so she's telling me some story about her mother, and she said at that time my parents were in Iraq. So I said, why were your parents in Iraq? I said, oh, my father was in the army. Okay. I was like, okay. Then continued in life. Then later she tells me her father has a construction, he has a plumbing and fire protection company. So what do you think? You think that he got retired from the army and started a business? Yeah. And army also has engineers. Cool. Yeah. Then I met her parents, spoke. We never asked. I never met her father and said Jai Hind. I just said, hello uncle, how are you, and whatever. And for almost 8-9 years, I had no idea that we had never discussed it. And then one day I'm in her house, I'm talking to her mother, and her mother's mentioning what happened in Iraq. I was like, oh yeah, when uncle was in the army, right? And they're both staring at me. Army? What do you mean? I said, no, Shruti told me uncle is in the army in Iraq. And she's staring at me like, when did I say that? I'm like, what? And basically she said it as a joke, as a lie, and forgot to tell me that for 8 years. In the context എന്താന്ന് വെച്ചാ വെറുതെ Okay, come on. അപ്പോൾ ഇടയ്ക്ക്
ചുമ്മാ ഫ്രാൻസിസ് സേസ് ലൈക്ക് എന്താ കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല, എന്നിട്ട് 2 മിനിറ്റ് കഴിച്ച് ഞാൻ ഇല്ല കഴിച്ചു. ലൈക്ക് ഇങ്ങനത്തെ സ്മോൾ കള്ളങ്ങൾ അന്ന് ഞാൻ പറയാൻ മറന്നു. That you know that I was joking. ഓക്കെ, എനിക്ക് തോന്നുന്നു ശ്രുതി ആ സ്പോട്ടിൽ ആ ഒരു കോമഡി ആ ഒരു ഫൺ രീതിയിൽ എടുത്തു. പക്ഷെ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ലാത്തത് കൊണ്ട്, അത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയണമല്ലോ, അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ തരാത്ത ഫ്രാൻസിന്റെ കൂടെ, മനസ്സിലായോ എനിക്ക്? എനിവേ കണ്ടിന്യൂ. Secrets will come out. ഓക്കെ എല്ലാമേ சொல்ல വേണ്ട. ഓ യാമാ. അളിയ ഓക്കെ. സോ ഇനിയിപ്പോൾ മനപ്പൊരുത്തം റൗണ്ടാണ്. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ സെയിം ആൻസേഴ്സ് നിങ്ങൾ എഴുതണം. ഓക്കെ, ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് മനപ്പൊരുത്തം ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡോണ്ട് ഷോ ഈച്ച് അതർ. ഓക്കെ, വാട്ട് യു ആർ റൈറ്റിംഗ് പ്ലീസ് ഡോണ്ട്. തിരുമ്പി വെച്ച് എഴുതി കൊഞ്ചം സ്ലൈഡ് പണി എഴുതിക്കോ. അല്ലേ എന്തെങ്കിലും ആവട്ടെ. ക്വസ്റ്റ്യനിൽ ഒരു ടെൻഷൻ ഇല്ലേ? എനിക്ക് മനസ്സിലായി. ഓക്കെ, ചെറുപ്പത്തിൽ കിഡ്സ് കോളേജ് സ്റ്റുഡൻസ്, നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. ഫ്രാൻസിസിന് ശ്രുതിയുടെ അടുത്ത് ഇഷ്ടമല്ലാത്ത കാര്യം എന്തായിരുന്നു എന്നുള്ളത് ശ്രുതി എഴുതണം. ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി ശ്രുതിക്ക് ഫ്രാൻസിസിൽ പണ്ട് ഇഷ്ടമല്ലാത്ത കാര്യം എന്തായിരുന്നു എന്നുള്ളത് യു ടെൽ. സത്യം പറയട്ടെ, ആ എനിക്ക് ഓർമ്മയില്ല. ഇത്രയും എഴുതി ഹൈപ്പ് കൊണ്ട് കളഞ്ഞില്ല. എനിക്ക് ഓർമ്മയില്ല. എനിത്തിങ് ലൈക്ക് യു നോ. I was perfect as a person. ഓക്കെ, പക്ഷേ ഫ്രാൻസിസ് എഴുതിയതൊന്ന് കാണിച്ചേ. ഷോ റീഡ് ഇറ്റ് ലൗഡ്ലി. ശ്രുതി didn't like if I didn't. ഓ അത് ശരിയാണ്. വെരി ട്രൂ. ഇപ്പോഴാണോ? Long distance relationship. Okay. For 9 കൊല്ലം തീവ്ര ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ഞാൻ വിളിച്ച് ഫോൺ എടുത്തില്ലെങ്കിൽ ഇഷ്ടമല്ല, സീനാണ്. സെക്കൻഡ് തിങ്, ഒരു കാര്യമല്ലേ ഉള്ളൂ. ഒരു കാര്യം എഴുതിട്ടുള്ളൂ. ഓക്കെ, അതിനാണ് ഇത്ര നേരം എഴുതി. ഞാൻ പറയട്ടെ എന്റെ ആൻസർ. നിക്ക്. ഓക്കെ, തിരിച്ചു പറ. And what I didn't like about her? She is angry. ആണോ? അല്ല, നത്തിങ് ഞാൻ പൊളിയാണ്. നത്തിങ് ഞാൻ പൊളിയാണെന്ന്. That's what she said. ശരി, ആ ക്വസ്റ്റിന് നോ മനപ്പരുത്. ആ ക്വസ്റ്റിന് 0. ഓക്കെ, വീട്ടുകാരറിയാതെ ചെയ്തിരുന്ന ഒരു കാര്യം. നോട്ട് നൗ, ഇപ്പൊ എന്ത്, ബിഫോർ, മേ ബി ബിഫോർ മാരേജ്. No. She's giving clues. Why she's like that? Always crazy. Okay. Okay. പറഞ്ഞോ. For me, Pen, don't use pen. Okay. going to Mysore. Coming to Mysore. Oh, going to Mysore and coming to Mysore. ഫ്രാൻസിസ് വരുന്നേ, ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ.